ഹലോ, എല്ലാവർക്കും വള്ളത്തെ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം ട്ടാ. ഇപ്പൊ നമ്മളിവിടെ ഉള്ളത് എന്താ പറയാ വൈഫ് ഹൗസിന്റെ വീടിന്റെ അടുത്താ. അപ്പൊ ഇന്ന് കുറച്ച് സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എന്താ വെച്ചാല് പാലക്കാടാണ് ഇപ്പൊ ഉള്ളത്. കാമ്പറത്തിച്ചള്ള പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുള്ളത്. ഇവിടെ കുറച്ച് കാണാൻ പറ്റിയ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, ലോകത്തിലെ 10 പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പൊ ലോകത്തിലെ 10 എന്താ പറയാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട്. അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലങ്കോട് ഇറങ്ങിയതാണ്. കൊല്ലങ്കോട് കാണാനും അതുപോലെ ചെല്ലപ്പഞ്ചാട്ടിന്റെ കട കാണാനും പിന്നെ മലകളും വരമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വന്നതാണ് കേട്ടാ. അപ്പൊ ഇവിടുന്ന് പോകുന്ന വഴിയില് ജസ്റ്റ് ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം സ്ഥലങ്ങളൊക്കെ. അപ്പൊ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോയി വരുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോ കൊല്ലങ്കോട്ടേക്കൊന്നും എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞ. അപ്പൊ പോയിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെ ഇവിടെ ഫുള്ള് പാടങ്ങളും കാര്യങ്ങളും, പിന്നെ ആൾക്കാർ അവിടെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറയണെങ്കിൽ ഈ വഴി അങ്ങോട്ട് പോകുന്നത് പള്ളം മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയും. ഒരുപാട് റീൽസിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ മുതലമടയിൽ കുറെ നല്ല നല്ല ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ആടുജീവിതം, വെട്ടം, അതൊക്കെ മുതലമടയിൽ ഒരുപാട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ആ സ്ഥലം അറിയാട്ടോ, അടിപൊളിയാ. പിന്നെ ഈ പോകുന്നത് നേരെ നമ്മുടെ സെന്റർ വരുന്നത് കാമ്പറച്ചെല്ലിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കൊല്ലങ്കോടുക്ക് ആ പാടം ഉണ്ടല്ലോ, വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ ഞാന് ദുബായിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയാ അങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ആശ, നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരുപാട് ആശ. ഇന്നാണ് അതിനൊന്ന് സാധിച്ചത്. അപ്പൊ ഒരുപാട് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് ദൂരത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പൊ ഇന്ന് നമുക്കും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. ഓക്കെ. അപ്പോഴേ നമ്മള് പറഞ്ഞല്ലോ ഞാറ് നടുന്നുണ്ടെന്ന്. അപ്പൊ ഞാന് ഇന്നലെ ഇതേപോലെ ഇങ്ങോട്ടല്ല വേറെ സ്ഥലത്തേക്ക് കൂടെ വരുന്ന ഭാഗത്തില്ലേ ഞാറ് നടാൻ ബംഗാളിമാരായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലോട്ടും ബംഗാളിമാരായോന്ന്. പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ട് വരുമ്പോ ഇപ്പോഴും നമ്മുടെ പണ്ടത്തെ അതേ വയസ്സായ അല്ലെങ്കിൽ ആ പ്രായമുള്ളവരുണ്ടല്ലോ, അവര് തന്നെയാട്ടാ. ഇതൊക്കെ കണ്ടില്ലേ, പുതിയ ഞാറ് നട്ടതാണ്. ഇനി ഇതായി ഇതിന്റെ എന്താ പറയാ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ഒരു ഭംഗി കാണാട്ടോ. ഇപ്പൊ അത് തുടക്കമാണ്, അവര് കണ്ടില്ല, ചെയ്ത് വരുന്നേ ഉള്ളു അവിടെ നിന്നൊക്കെ. അപ്പൊ നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടാലോ? ഓക്കെ. എന്നാ പിന്നെ നമുക്ക് പാലക്കാട് കൊല്ലങ്കോട് ആ ഭാഗത്തേക്ക് പോണ കാഴ്ചകളും ഒക്കെ അടിപൊളിയായിട്ട് കാണാം നമുക്ക്. ബൈ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ എന്താ പറയാ കൊല്ലങ്കോടുക്കുള്ള യാത്രയിലാണ് കേട്ടാ. അപ്പൊ കുറെ വെല്ലുമോരൊക്കെ പണിയെടുക്കണ്ടില്ല ഞാറ് നടുന്ന പരിപാടി. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടാ ഇതൊക്കെ. സത്യം പറയാന്നുണ്ടെങ്കില് ഒന്നും കൂടി നെൽപ്പാടൊക്കെ ആയി കഴിഞ്ഞ് നിക്കുമ്പല്ലേ ഈ രണ്ട് സൈഡും കാണാൻ ഒടുക്കത്തെ ഭംഗിയാട്ടാ. അപ്പൊ ഞാൻ പറയണത് സ്ഥലം പറയുകയാണെങ്കിൽ നിലമ്പതി എന്ന് പറയും ഈ സ്ഥലം. അവിടെ ഒരു നിലമ്പതി പാലം എന്നൊക്കെ പറയും. അവിടെ ചെറിയൊരു പാലം പോലെ. അതെ, പള്ളം കാമ്പറത്തിച്ചള്ളാന്റെ സെന്ററിൽ വരുന്ന ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ നിലമ്പതി. കണ്ടില്ലേ, പണ്ട് നിലമ്പതി പാലം. ഈ പാലമാണ് നമ്മുടെ 2018-19 വെള്ളപ്പൊക്കം വന്നപ്പോ ഇത് മൊത്തം അടിച്ചു പോയി. ഇവിടെ മൊത്തം ഈ പാലം അങ്ങനെ ഒഴുകിപ്പോയി. പിന്നെ അതുപോലെ ഈ മലമ്പുഴ ഡാം, ഇവിടെ ഒരു ഡാമുണ്ട് ചുള്ളിയാർ ഡാം. ആ ഷട്ടറൊക്കെ തുറന്നല്ലേ ഇവിടെ ഫുള്ള് എന്താ പറയാ കവിഞ്ഞൊഴുകണ പോലെ വരിക. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഈ എന്താ പറയാ ഇത്. ഇവിടെ വരുന്നത് വൈഫ് ഹൗസ് എന്ന് പറഞ്ഞല്ലോ. വൈഫ് ഹൗസ് മാത്രമല്ല, എൻ്റെ ഉമ്മാടെ നാടും കൂടിയാണ് ഇവിടെ ഈ പള്ളം എന്ന് പറഞ്ഞ ഫാമിലിയാണ്. അപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വേണ്ടില്ല ആ മലകളൊക്കെ നോക്കിയേ. മലകളൊക്കെ ഈ മഞ്ഞ് കൊണ്ടേ മേഘം കൊണ്ട് മൂടി കിടക്കണ കാരണമാണ് നമുക്കത് ക്ലിയർ ഇല്ലാത്ത. ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ അല്ലേ നല്ല ഭംഗിയായിരിക്കും കാണാനല്ലേ. ഞാറ് നടുന്നു, ഇവിടെ ഞാറ് നട്ട് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ അവിടുന്ന് വരുന്ന വഴി സെന്ററാണ് കേട്ടോ. ഇത് വലിയ സെന്ററാ, ഒരു 4 കൂടിയ വഴിയാ. റൈറ്റ് നമുക്ക് തൃശ്ശൂർ റോഡാണ്, ലെഫ്റ്റ് പൊള്ളാച്ചി കൊല്ലങ്കോട് അങ്ങനെയൊക്കെ പറയുന്ന റോഡാണ്. അപ്പോ 4 കൂടിയ വഴിയാണിത്. ഇവിടെ നമുക്ക് റൈറ്റ് തൃശ്ശൂരിലോട്ടുള്ള വഴിയിലാണ് നമുക്ക് ഈ കൊല്ലങ്കോടുക്കുള്ള ഇത് കാണാൻ വേണ്ടി പോകേണ്ടത്.
അങ്ങനെ സമയത്തേ നല്ല അടിപൊളി മഴ കിട്ടിട്ടാ. മഴ കിട്ടിയതില് എന്താ പറയാ, കോട്ടുള്ള കാരണം കുഴപ്പമില്ല. രണ്ടാളും കോട്ടിട്ടിട്ട് ചിറാപുഞ്ചി പാട്ട് പാടാൻ പോവാ. ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും കഴിഞ്ഞു. നീ പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മളിപ്പോ എന്താണ് പോത്തമ്പാടം കഴിഞ്ഞിട്ട് കൊല്ലങ്കോട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ട് ഇത് കൂടെ വരുന്ന കാരണം നമുക്ക് ഈ വഴികളെ കുറിച്ചിട്ട് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയാണ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ ഫുള്ള് മഴ പെയ്ത കാരണം കേട്ടോ റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മഴ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമുക്ക് ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സെന്റർ എത്തി ഉടനെ മഴയായി. പിന്നെ മഴയത്ത് നമ്മള് പാടങ്ങളും കാര്യങ്ങളും മഴയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാല് അപകട സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ മഴ സമയം. വെച്ചാല് ആക്സിഡന്റ് ആയാലും ബ്രേക്ക് ഇടുമ്പോ ചിലപ്പോ കിട്ടാത്തതായാലും പിന്നെ വല്ല ലൈൻ കമ്പി, മരം വീഴുന്നത്, മണ്ണിടിച്ചില്, അങ്ങനെ മഴ സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയാ അപകട സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബൈക്കായാലും കാറായാലും ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഡെയിലി കണ്ടുവരുന്നുണ്ടല്ലോ ഓരോരോ അപകടത്തിന്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ പരമാവധി വേഗത കുറച്ച് ശ്രദ്ധിച്ചൊക്കെ എല്ലാവരും ഡ്രൈവ് ചെയ്യുക സേഫായിട്ട്. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല എന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു വട്ടം ദുബായിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവര് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റീൽസൊക്കെ എടുക്കുമ്പോണ്ടല്ലോ നമുക്കും ഒരു വട്ടം കൂടി ഒന്ന് കാണണം എന്നുള്ളൊരു പൂതിയാണ്. അപ്പോൾ കൊല്ലംകോട് അങ്ങനെയാണ് നമുക്ക് പൂതി തോന്നിയിട്ട് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, കണ്ടില്ലേ ഭംഗി, എന്താ അതിന്റെ ഭംഗി, തെങ്ങും ആകാശം തെളിഞ്ഞ് മേലെ കറുത്ത മേഘം, പിന്നെ താഴത്ത് പാടം, നല്ല കാർമേഘമുണ്ട്. നല്ല കാർമേഘമുണ്ട്. നല്ല കാർമേഘം അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കണത് ചെല്ലപ്പ ചേട്ടന്റെ ചായക്കടയ്ക്ക് പോവാന്നാണ്. വഴിനെ കുറിച്ചൊന്നും നമുക്ക് എന്താ വലിയ അറിവൊന്നുമില്ല. പോവാനുള്ള വഴിയും കാര്യങ്ങളും അറിയില്ല. ഞാൻ അവിടുന്ന് ലെഫ്റ്റ് ഉണ്ട് കൊണ്ട് എടുത്തതാ. നോക്കുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് വഴിയേ ഇല്ല. മില്ലിലേക്ക് പോണ വഴിയാ. രസം ആ വെള്ള കളറുള്ളതില്ലേ, അത് മലയുടെ മേലെന്ന് വലിയ രീതിക്ക് വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. നമുക്ക് ദൂരെ നോക്കുമ്പോ ചെറിയ സംഭവമായിട്ട് തോന്നും. പക്ഷെ അത് സീതാർകുണ്ടോ? ആ വലിയ രീതിക്ക് മലേന്റെ മേലെന്ന് വെള്ളം ഒലിക്കുകയാണ്. അതാണ് നമുക്ക് ഇത്രയും പ്യുവർ വൈറ്റ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണെന്നാണ് തോന്നുന്നു. നമുക്ക് ഈ ലെഫ്റ്റ് ഒന്ന് പോയി നോക്കട്ടാ. കുതിരമൂളി അത് കാഴ്ച കിട്ടി. കുതിരമൂളി, കള്ളിയമ്പാറ ഈ വഴി തന്നെയാട്ടാ. ഈ വഴിയാണ് എന്റെ ബലമായ സംശയം. കാരണം നമ്മള് കുറെ വീഡിയോസിലൊക്കെ കണ്ടതില് ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഈ സംഭവമൊക്കെ ബസ്സിൽ പോകുമ്പോഴും ബൈക്കിൽ പോകുമ്പോഴും ലോങ്ങിൽ നിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാ ഇത്ര കാണുന്നത്. അപ്പോഴേ എന്തിപ്പോ കാറ്റ്, ഭയങ്കര കാറ്റ്, കണ്ണിൽ പൊടിപൊട്ടൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളാ വ്യൂ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ, കാണിച്ചിട്ടുണ്ടാവല്ലോ. ആ ഭാഗത്തിലോട്ട് നമ്മൾ പോകുന്നു. പക്ഷെ ഉണ്ടല്ലോ നല്ല കാറ്റ്, നല്ല ഇടി കിട്ടുന്നുണ്ട്. നല്ല കാരണമുള്ള ആ ഭാഗത്തൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ആ ഭാഗം ബാക്ക് ഭാഗം കണ്ട നമ്മുടെ ബാക്കിൽ നിന്നൊക്കെ നല്ല മഴയാണ്. ഇവിടെ ഒരാൾ കോട്ടിടാൻ മടിയായിട്ട് ഇടുന്നുണ്ട്. അതാണ് വ്യൂ. ഇപ്പൊ കണ്ട മേഘം അടുത്തു, കറുത്തു മേഘമൊക്കെ അടുത്ത് നല്ല ഗംഭീര മഴ തോന്നുന്നുണ്ട്. അതെ, എന്തൊക്കെ ഭംഗിയില്ലേ. നമുക്ക് അങ്ങോട്ട് പോയാലോ? സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ ചെല്ലപ്പഞ്ചേട്ടന്റെ കടന്റെ വഴി അറിയാണ്, വഴി തെറ്റി നിൽക്കുകയാണ് എവിടെയോ. അപ്പൊ ഈ മല കണ്ടപ്പോ വണ്ടി നിർത്തി. നമ്മള് ആ വഴി വന്നത് ചെല്ലപ്പേട്ടന്റെ കടാന്ന് ഉദ്ദേശിച്ചിട്ടാ. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് വന്ന് നമ്മുടെ അയ്യപ്പൻ ചേട്ടനില്ലേ, സിനിമ അഭിനയിച്ച അയ്യപ്പൻ ചേട്ടന്റെ കടേന്റെ അവിടെ എത്തി. രാവിലെ നല്ല അലക്കലക്കിയ കാരണം അയ്യപ്പൻ ചേട്ടന്റെ കടയ്ക്ക് കയറാൻ പറ്റിയില്ല. ആ അമ്പലവും കാര്യങ്ങളും കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞു ഇവിടെയാണ് കട, ഇവിടെയാണ് കട. നമുക്ക് കേറി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോന്നു. മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. ചെല്ലപ്പഞ്ചാറിന്റെ കടക്ക് എന്തായാലും പോവാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്നൊരു ആയിട്ടുണ്ടെങ്കിൽ നമ്മൊരു പരിപ്പുവട, ഒരു ചായയൊക്കെ കഴിച്ചിട്ടേ നമുക്ക് ചെല്ലപ്പഞ്ചാറിന്റെ കടയിൽ നമുക്ക് കൊല്ലംകോടുക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിച്ചാലോ അങ്ങോട്ട്?
അടുത്തിരിക്കാം. അപ്പൊ നമ്മള് ഇവിടുന്ന് യാത്ര തിരിച്ചുട്ടാ. എത്രത്തോളം മൈക്കിൽ കേൾക്കുന്ന അറിയില്ല. കോട്ട്, ഷർട്ട്, ഹെൽമെറ്റ് ഒക്കെ വെച്ചാലേ നിങ്ങൾ എത്രത്തോളം മഴയും തൂളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടക്ക് കറക്റ്റ് കാണാൻ പറ്റും. അയ്യോ നമ്മൾ ഈ സാധനം കേട്ടിട്ട് പക്ഷെ ബാഗിലിരിക്കുന്ന ആള് മഴ കൊള്ളും. അങ്ങോട്ട് കൊള്ളി. അപ്പൊ അങ്ങനെ മഴ പെയ്യട്ടെ. മഴയത്താണ് ഇങ്ങോട്ട് വരണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആശിച്ചത്. അയ്യോ പോയി. അങ്ങനെ നമ്മുടെ ചെല്ലപ്പൻ ചേട്ടന്റെ കട അന്വേഷിച്ച് അയ്യപ്പൻ ചേട്ടന്റെ കട കഴിഞ്ഞു. അത് പോയിരുന്നു. നമുക്ക് ചെല്ലപ്പൻ ചേട്ടന്റെ കട എങ്ങനെയാണ് അന്വേഷിച്ച് പോവുക. മഴയുണ്ട് കേട്ടോ, നല്ല മഴയുണ്ട് കേട്ടോ. സൈഡിൽ കൂടെ സൈഡായിട്ടാണ് മഴ പെയ്യുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് കാറ്റുണ്ട് എന്നാണ് കേട്ടോ. എന്റെ മുന്നേ ഇവിടുന്നുള്ള വ്യൂ അത് വല്ലാത്തൊരു വ്യൂ. ഇപ്പൊ ആ ക്ലാരിറ്റി അങ്ങോട്ട് പോയിട്ടാ. കാരണം വെച്ചാല് മേഘം വന്നിട്ട് പൊതിഞ്ഞു നിക്കണ പോലെ ഉണ്ട്. അപ്പോ ആ ക്ലാരിറ്റി അങ്ങോട്ട് വിട്ടുപോയി. അപ്പോ എന്നാലും നമ്മൾ ആ ഭാഗത്തേക്ക് കൂടെ പോണ്. ചെല്ലപ്പൻ ചേട്ടന്റെ കട കണ്ട് അവിടെ നിന്ന് ഒരു ചായ കുടിച്ച്. ബാക്കിൽ ഇരിക്കുന്ന ആൾ ചായ കുടിക്കില്ല. നമുക്ക് നോക്കാം, ഞാനെങ്കിലും ചായ കുടിക്കാൻ പറ്റുമോ നോക്കാം. ചെല്ലപ്പൻ ചേട്ടൻ കണ്ടുപിടിക്കണം കട. നല്ല മഴയായിട്ടാ. ഫോണിന് പ്രശ്നം വരുമെന്ന് അറിയില്ല. ഐഫോണാണ്, അടിച്ചു പോയാ പോയി ഗൈസ്. അവിടെ നിൽക്കും. നല്ല കാറ്റ്. ഞാൻ ചെറുക്കാനോട് അപ്പളും പറഞ്ഞതാണ് എന്താണ് കടയ്ക്കുള്ള വഴിയൊക്കെ നോക്കാന്. ആളിപ്പോ വഴി തെറ്റിച്ചിട്ട് ഏതോ ഒരു കാട്ടുമുക്ക് കൊണ്ടുവന്ന് നിർത്തിക്കുന്നു. വന്ന് മലയാള ഭാഗത്ത് എത്തിയെന്നോ എന്റെ സംശയം ഒരു ജാതി സ്ഥലം. അതെ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. ഒരാളോട് ചോദിക്കാന്ന് വെച്ചാ ഒരെണ്ണത്തിനെ പുറത്ത് കാണാനില്ല. എല്ലാരും വീട്ടിനുള്ളിൽ തോന്നുന്നുണ്ട്. പിന്നെ മഴയും പെയ്യുന്നുണ്ട്. അതപ്പോ ആയതിനാൽ നമുക്ക് തിരിച്ചു വണ്ടി തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും ചെല്ലപ്പൻ ചേട്ടന്റെ കടയിൽ കയറി നമ്മ ചായ കുടിക്കും അല്ലേ? അതെ. ഇവിടെ ഫുള്ള് മാങ്ങാ മരത്തിന്റെ മാങ്ങത്തോട്ടം. കാരണം വെച്ചാല് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വാഴ കൃഷി ചെയ്യണ പോലെയാണ് ഇവിടുത്തെ സംഭവം. കാരണം വെച്ചാല് ഫുള്ള് മാങ്ങത്തോട്ടാണ്. ഇവർക്ക് മാങ്ങ ബിസിനസ്സാണ്. കാരണം വെച്ചാല് അത്രയും എന്താ പറയാ വിലയാണ് ഈ മാങ്ങയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു സീസൺ വരുമ്പോ. ഇപ്പൊ ഇവര് ഇതിലേക്ക് മരുന്നിടല് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അടുത്ത സീസണ് അടുത്ത മാങ്ങ പറിക്കാനുള്ള സമയത്തേക്കുള്ള കുറെ സംഭവങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല ഈ മാങ്ങ എന്ന് പറയുന്ന സീസൺ എന്ന് പറയുമ്പോ ഈ പരിസരത്തുള്ള എല്ലാവർക്കും ജോലിയാണ്. അത് പറക്കല്, അവിടുന്ന് ഇത് പാക്ക് ചെയ്ത് കയറ്റി വിടുന്നത് വരെ എല്ലാ പരിസരവാസികൾക്കും എല്ലാവർക്കും ജോലിയാ. മറ്റുള്ള പഴനിയിലുള്ളവരും കൂടി മാങ്ങ സീസൺ ആവുമ്പോ ഈ ഒരു പണിക്കാണ് വരിക. അതെ, പറഞ്ഞു കൊടുക്കാൻ പറയുന്നിട്ടാ. അപ്പൊ മാങ്ങ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ പോവാണ്ട് മാങ്ങ, അങ്ങനത്തെ പുളിമാങ്ങയൊക്കെയാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈ പഠിച്ചിട്ടില്ലേ നമ്മുടെ മാങ്ങയുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല? അൽഫോൺസ്, അങ്ങനത്തെ അൽഫോൺസ്, പിന്നെന്താ പങ്കനപ്പല്ലി, പിന്നെ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി മാങ്ങകളില്ല. നല്ല പഴുപ്പുള്ള നമ്മുടെ ദുബായ് അങ്ങനത്തെ കൺട്രീസിക്കൊക്കെ കയറ്റി വിടാൻ പറ്റിയ മാങ്ങകളാട്ടോ അവിടെ കൂടുതലും വിളവെടുപ്പ് ഉണ്ടാവുക. അപ്പൊ അതിന് മാത്രം റേറ്റും എന്താ പറയാ നല്ല ക്യാഷും കാര്യങ്ങളൊക്കെയാണ് മാങ്ങയ്ക്ക്. അപ്പോ മാംഗോ സിറ്റി നമ്മുടെ വീട്ടിന്റെ അവിടെയാണ്. ഉമ്മാടെ കൂടെ ഒക്കെ പോയിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാല്ലാ പറ്റിയ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യാ വീഡിയോയില്. ഇതിപ്പോ ഇതെന്താ നെൽപ്പാടം. ഇതെന്താ ഇങ്ങനെ കട്ടയാക്കി ഇട്ടിരിക്കുന്നത്? എല്ലായിടത്തും ഉണ്ട് സംഭവം. എനിക്ക് തോന്നുന്നത് ചകിരി വെച്ചിട്ട് എന്തോ വേറെ ഇതിനുള്ളതെന്ന് തോന്നുന്നുണ്ട്. വളമാക്കി വെച്ചിട്ടുണ്ടാവും. വളമാക്കി വെച്ചാൽ ഇഞ്ചി കൃഷിക്കാണോ എന്താന്ന് അറിയില്ല. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യനെ കാണാനില്ല. എന്തേലൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ എല്ലാരും മഴ എന്താണ് അവരവരുടെ വീട്ടിൽ മഴയേ മഴയേ അങ്ങനെയല്ലേ ആൽക്കുട്ടി പാട്ട്? നാണം
എവിടേക്കാ പാടുന്നൊന്നും എനിക്ക് കേൾക്കാല്ല. ഇല്ലല്ലേ? നമ്മൾ ഈ വഴി കൂടെ ഒരു വട്ടം വന്നതാട്ടാ. എന്നിട്ട് ഞാൻ കാണിച്ചുതരാം, അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞുതരാം. ഈ വഴി കൂടെ ഞാൻ ഒരു വട്ടം വന്നപ്പോ ഒരു ബാക്കിന്നൊരു വിളി, അങ്ങോട്ട് പോകരുത് നോക്കിപ്പോ ആ ഒരു പാലം കാണുമ്പോ എന്തോ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് വല്ല ഡാമിലേക്കുള്ള സ്ഥലമാവും, നമ്മള് വഴി തെറ്റിന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് റിട്ടേൺ അടിച്ചിട്ട് വീണ്ടും നേരെ പോയി. അപ്പൊ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോ ആ ചേട്ടൻ പറഞ്ഞു ഇത് തന്നെയാണ് വഴി മോളെ, അത് ആ പാലം കടന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് എങ്ങോട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ആ പാലം കാണിച്ചു തരുന്നതില് അടിപൊളി വ്യൂ അല്ലേ? നോക്കിയേ, രണ്ട് സൈഡ് പനകള്, പിന്നെന്താ, പിന്നെ വല്ലപ്പോഴും കാണുന്ന വീടുകള്. അവിടെയൊക്കെ ഒരു വീടുള്ളൂ. രാത്രി സമയത്തൊക്കെ കൊല്ലങ്കോട് ടൗണിൽ തന്നെ പോണം. അതെ, രാത്രി സമയത്തൊക്കെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പേടിയാവും, കാരണം പോസ്റ്റില് ലൈറ്റ് പോലും ഇല്ല. പിന്നെ വീടുകളൊക്കെ ഉണ്ട്, അവിടേക്ക് ഇനി കാറുകളും കാര്യങ്ങളും ഉണ്ടോന്ന് അറിയില്ല. പിന്നെ കൊറേ പാടവും, പിന്നെ അവിടെ മലയും, പാലം. പാലത്തിന്റെ ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ നമുക്ക് കേറണ്ട, ഡേഞ്ചർ സ്ഥലമാന്ന് വിചാരിച്ചിട്ട് ഈ പാലത്തിന്റെ അവിടെ നിന്ന് തിരിച്ചു പോയി ഞങ്ങള്. എല്ലാവരും അയ്യോ ഉണ്ടല്ലേ, കാണാൻ ഡേഞ്ചർ സ്ഥലം പോലെയൊക്കെ ഉണ്ട്. സ്ഥലമൊക്കെ കാണുമ്പോഴേ നമ്മള് വഴിതെറ്റിയ പോലെ ഇരിക്കുന്നു. അതെ, പക്ഷെ ഇതാണ് ഇത്ര വഴി. ഏതോ കാട്ടിനുള്ളിൽ കൂടെ പോണ പോലെ ഉണ്ട്. പക്ഷെ മെയിൻ റോട്ടിൽ നമ്മള് വരാത്ത കാരണം നമ്മള് വഴി തെറ്റി കാരണം ഇങ്ങനെയൊക്കെ ഇത്രയും തിരിച്ചിട്ടും എന്തോരം പനയല്ല അവിടെ. ഈ പനയിലാണ് മറ്റേ ഉണ്ടാവുക, ഒടിയൻ വരും പിടിക്കാൻ. ഒറ്റ പനിയിലുണ്ടാവില്ല, കൊറേ പനിയുള്ളപ്പോ ഉണ്ടാവില്ല. അയ്യോ, ഇവിടെ നിന്ന് എന്താ വഴി? കുടുങ്ങിയ ലെഫ്റ്റല്ലേ പറഞ്ഞേ? ആ കാണുന്ന മല കണ്ട, ആ മലേന്റെ അവിടുന്ന് വീഡിയോയിൽ കാണുകയാണെങ്കിൽ ആ നേരെ താഴത്ത് കാണുന്ന ആ കുഞ്ഞ ചായക്കട ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ചെല്ലപ്പഞ്ചേട്ടനെ കട. അവസാനം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ മലേന്റെ നിന്ന് വെള്ളം വീണെടുക്കാൻ നമുക്ക് കാണുന്നുണ്ട് കേട്ടാ. എത്ര ശക്തിയിലായിരിക്കില്ല അവിടെ നിന്ന് മഴ പെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നേരെ ചെല്ലപ്പഞ്ചേട്ടന്റെ കടയിൽ പോയി ചായ കുടിച്ചാലോ? ഒരുപാട് വഴി തെറ്റി അവസാനം നമ്മളിവിടെ എത്തി. അപ്പോൾ അറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ. അടിപൊളിയല്ലേ? ഇതേ ആ വീഡിയോയിലൊക്കെ കാണുന്ന നായക്കുട്ടി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആ ഫോട്ടോ ഉണ്ട്. അത് നമുക്ക് ഇറങ്ങാല്ലേ വഴി? അങ്ങനെ നമ്മളേ ഒരുപാട് വഴി തെറ്റിയിട്ടുണ്ടെങ്കിലും നമ്മൾ അവസാനം നമ്മുടെ ചെല്ലപ്പഞ്ചേട്ടൻ്റെ കടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ വരുന്നത് പൊതുവെ കൊല്ലങ്കോട് ഭാഗത്തുനിന്ന് ഈസി ആണെങ്കിലും നമ്മൾ വേറെ വഴി കൂടെ കയറി എങ്ങനെയൊക്കെയോ ചോദിച്ച് പിടിച്ച് അവസാനം ഇവിടെ എത്തി. അപ്പോൾ ചെല്ലപ്പഞ്ചേട്ടൻ്റെ കട എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ദുബായിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് റീൽസിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് പോകണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് എത്തി. ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ചായ, അതൊക്കെ ഒരു സന്തോഷമാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പഴയ ഒരു ഫീലാണ്. അപ്പോൾ നമുക്ക് ചെല്ലപ്പഞ്ചേട്ടൻ്റെ കട എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടേ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. മയിലൊക്കെ ഒന്ന് കരയുണ്ട് കേട്ടാ, മയില്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോയോ. എന്താ കഴിക്കാനുള്ളേ? ഓക്കെ, 2 പരിപ്പുവട, 2 ചായ. എന്നാ ഒരു പരിപ്പുവട, ഒരു ഉഴുന്നുവട. ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി ഉണ്ടാവും. ഞാൻ കട തുടങ്ങിയിട്ട് 50 വർഷമായി. 50 വർഷമായില്ലേ? ഞാൻ കുറേ ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നതേ. വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കുമ്പോ ഇങ്ങനെ വരും. അപ്പൊ പക്ഷെ ഇത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാ. എത്ര പേരാ ഇങ്ങോട്ടൊക്കെ വരുന്നില്ലേ? വെളിയിൽ പോയവരൊക്കെ ഇവിടെ വന്നെത്തിയ ഇവിടെ ഇങ്ങോട്ട് വരും.
പുറത്തുനിന്ന് കിട്ടും. നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും എത്തിക്കഴിഞ്ഞു ഇവിടെ. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. പിന്നെ വിദേശത്തുനിന്നും കുറച്ച് പേര് അമേരിക്ക, ചൈന, ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, എന്താണ് പിന്നെ എന്തൊക്കെയോ രാജ്യം, എനിക്ക് എല്ലാ രാജ്യത്തിന്റെ പേര് പറയാൻ കിടക്കുന്നത്. ആൾക്കാർ വന്നു നമുക്കൊരു സന്തോഷം. അവിടെ നിന്നൊക്കെ വന്നിട്ട് നമ്മളിപ്പോ ഈ ചാളയില് വന്ന് ഇരുന്ന് ഒരു ചായ അവർക്ക് അതൊക്കെ ഒരു പഴയ ഓർമ്മകളാണ് സത്യം പറഞ്ഞ. ഞാൻ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്തായാലും നാട്ടിൽ പോയാ ഇങ്ങോട്ട് പോണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈഫിന്റെ വീട്ടിൽ വന്നപ്പോ നേരെ ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വന്ന് നമ്മുടെ ചെങ്ങഞ്ചിറ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോണമെന്നുണ്ട്. ആ ഭാഗത്തേക്ക് എങ്ങനെ പോവാ? ചിങ്ങഞ്ചിറയോ ഇതന്നെ വഴി? ചിങ്ങഞ്ചിറ അല്ലെ? നേരെ അമ്പലം ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോയി അമ്പലത്തിനുള്ളിലേക്ക് പറഞ്ഞ കെട്ടിടമൊന്നുമില്ല. നാല് നേരം നിറയെ ഷൂട്ടിംഗ് എടുക്കുന്ന സ്ഥലം. അതെ, സിനിമ ഷൂട്ടിംഗ്. അതെ. പിന്നെ ഇതേ 1 കിലോമീറ്റർ പോയാൽ പിന്നെ അവിടെ കുറച്ച് പാടവും ഈ വെള്ളച്ചാട്ടമൊക്കെ കുറച്ച് അടുത്ത മാതിരി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അന്നൂരൊക്കെ ഇവിടെയും പോകണ്ടേ. ഇത് വ്യൂ പോയിന്റ്, ഇത് വ്യൂ പോയിന്റ്, സീതാരുണ്ട് വെള്ളച്ചാട്ടം വ്യൂ പോയിന്റ്. ഒരുപാട് കാണാനുണ്ട്. നിറയെ ആൾക്കാർ. അപ്പൊ ചെല്ലമ്മ ചേട്ടനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഭാഗ്യം. ഗൾഫില് ഞാന് മൊത്തം ഒരു 10 വർഷമായി. അപ്പൊ ഇപ്പതാ ലീവിന് വന്നിരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് കാണുമ്പോഴേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. അപ്പൊ എന്തായാലും സാധിച്ചു. എന്റെ അനിയൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനിയന്റെ വൈഫ് ഹൗസ് വന്നിട്ട് കൊല്ലംകോടാ. അപ്പൊ അനിയന്റെ വൈഫിനൊക്കെ നിങ്ങളെ നന്നായിട്ട് അറിയാത്രേ. അപ്പൊ കാണണം എന്നുള്ള ആഗ്രഹം സാധിച്ചു എന്തായാലും അല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങട്ടെന്നാ. അങ്ങനെ നമ്മളെ ചെല്ലൻ ചേട്ടന്റെ കടയിൽ നിന്ന് നേരെ ചിങ്ങഞ്ചിറക്കുള്ള വഴിയിലോട്ട് പോകാനട്ടാ. ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് എടുക്കാനാ പറഞ്ഞിരിക്കണേ. ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കടയില് എന്താണ് കറണ്ട് ഇല്ലാത്തത് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചത്തിന് പിടിച്ചു. അവര് മറ്റേ ഓവറായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ മുറിച്ചതൊന്നുമില്ല. അതെ, കമ്പിയിലോട്ട് വളഞ്ഞു നിൽക്കുന്ന ചെടികളൊക്കെ അവര് മുറിക്കട്ടാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപകട സാധ്യത കൂടുതലാണ്. മരങ്ങൾ വീഴാനും പോസ്റ്റ് വീഴാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഇനി ചെങ്ങഞ്ചിറ എന്റെ പൊന്നെ ആ മല കണ്ട. അപ്പൊ നമ്മള് ചെങ്ങഞ്ചിറ അമ്പലം വീഡിയോ നോക്കി കണ്ടാ എന്താ അടുത്ത് പോലെയാ കാണുന്നത്. ആ പുഴകളേ ആ മലന്റെ മുകളിൽ നിന്ന് വീഴുന്ന ഇത് കണ്ട അരുവികൾ. എല്ലാം സൂപ്പർ അല്ലേ? ക്യാമറയിൽ കാണുമ്പോ ഇത്തിരി ദൂരം പോലെ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് വ്യൂ ആയിരിക്കുമ്പോ അത് അടുത്തുള്ള പോലെ. അതെ, ഇതൊക്കെ നിങ്ങള് സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ കാണണട്ടാ. നമുക്ക് ചെല്ലപ്പഞ്ചായത്തിന്റെ അടുത്ത് ഒരു ഇത്തിരി നേരം സംസാരിക്കാനൊക്കെ പറ്റിയിട്ടാ. എന്നാല് ആള് നമ്മള് പോയ സമയത്ത് ഒരു കൂട്ടര് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ആൾക്കാരൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മള് എന്താ പറയാ, ഇവിടെ നിന്നുള്ള വ്യൂ അത് ഭയങ്കര വ്യൂ തന്നെ അല്ലേ? എന്താ രസം. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. പ്രകൃതി ക്ഷേത്രം ഈ ബോർഡ് കാണിക്ക്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഇതെന്താ? വലിച്ചെറിയരുത്, മാലിന്യം വൃത്തികേടാക്കരുത്. അത് ശരിയാട്ടോ. ഒരുപാട് പേര് കാണാൻ വരുന്നവരൊക്കെ ഇവിടെ മാലിന്യം, വെള്ളം കുടിച്ചിട്ട് കുപ്പികള്, പിന്നെ ലൈസ് അത് ഇതൊക്കെ തിന്നിട്ട് അതിന്റെ ഇത് റിയല് ഒക്കെ ഉണ്ട് കേട്ടാ. അത് എന്താ പറയാ, അത് പിന്നീട് ഭയങ്കര പ്ലാസ്റ്റിക് പ്രശ്നമായിട്ടേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഉള്ളവർക്കൊക്കെ. അതിന് ശേഷമാണ് അതൊക്കെ ഭയങ്കരമായിട്ട് കർശനമായിട്ട് നിരോധിച്ചിരുന്നു. അപ്പൊ അമ്പലം എത്തിയോ? എന്റെ പൊന്നെ, ഇതുണ്ട് വ്യൂ. മരങ്ങളടക്കം കാണുന്നു. ഒരു ഡ്രോൺ വെച്ച് പറത്തിപ്പിച്ചാണ്ടല്ലോ അതിന്റെ ഭംഗി കാണും. എന്തിട്ട ഭംഗി അല്ലേ? ഇതേ മല ഏകലവ്യ ആശ്രമം. അതിൻ്റെ ഉള്ളില് ആശ്രമമൊക്കെ ഉണ്ട്. പോകുന്ന വഴികൾ അതിലും ഭംഗി തന്നെ കേട്ടോ. ഇതിന് മേലെ നിന്നാലോ അല്ല കിട്ടിട്ട് ഇവിടെ നിന്നിട്ട് കാഴ്ച കണ്ടാലോ. എന്താ രസല്ലേ?
ഇത് കുളം, അത് മരം, മല. മല, മലേന്റെ മേലെന്ന് ഒഴുകുന്ന മറ്റേ വെള്ളം. അടിപൊളിയായിട്ടുണ്ടല്ലേ? രസമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാന്. സൂപ്പറായിട്ടുണ്ട്. നമ്മള് ഇത്തിരി വലുതാക്കിയിട്ട് എടുക്കണം കേട്ടാ. വലുതാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മല എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടില്ലേ അവിടെ നിന്ന്? കണ്ടില്ല അവിടെ ആ വെള്ളം ഒഴുകണ അതടക്കം എന്ത് ഭംഗിയായിട്ട് കിട്ടുന്നത് അല്ലേ? സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പോ ഈ മരങ്ങൾ നോക്ക്. ആ മരങ്ങളടക്കം അതിന്റെ ഉള്ളിൽ പോയി മഴ തന്നെ കൊള്ളൂല. അതെ, ഇത്രയും ഭംഗിയില് ഞാൻ ഇതുവരെ ഇത്ര അടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. നമ്മളൊക്കെ ഇങ്ങോട്ട് വരവന്നല്ലേ, ഞങ്ങള് വന്നിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതെ, ഈ മലേനെയാണ് ഞാൻ അതുപോലെ എടുത്ത് കാണിച്ചു തന്നിട്ട് ഞങ്ങൾക്ക്. നല്ല കാറ്റും. അങ്ങനെ നമ്മള് ചിങ്ങഞ്ചിറ എത്തിട്ടാ. ഇതാണ് അമ്പലം. ചിങ്ങഞ്ചിറ അമ്പലം. ചിങ്ങഞ്ചിറ അമ്പലം ഇതാണ് നമ്മളെ ചിങ്ങഞ്ചിറ അമ്പലം കേട്ടോ. വണ്ടി എടുത്താലേ, വണ്ടി എടുത്താ. ചേട്ടാ, നമ്മുടെ അവിടെ അങ്ങനെ കെട്ടിയിരിക്കണത് അതെന്താ? പ്രാർത്ഥനയാണ്. നമ്മുടെ വീട് വെക്കാൻ പറയും, കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിൽ വെക്കാൻ പറയും, വാഹനമില്ലാത്തവർക്ക് വാഹനം വെക്കാൻ പറയും. അതൊക്കെ നമ്മൾ കാര്യം സാധിച്ചിട്ട് വെക്കുകയാണ് അല്ലേ? അവര് ഒരു മനസ്സിലൊരു ഇത് വെച്ചതിന് ശേഷം, അത് സാധിച്ചതിന് ശേഷം വന്ന് വെക്കണം. ഓക്കെ ഓക്കെ ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വേലായുധല്ലേ? ഇത് ഇവിടെ കുറെ വർഷമായിട്ട് ആണല്ലേ? ട്രസ്റ്റിന് കൈമാറി. ഓ ശരി 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 എന്നാട്ടാ, ശരി. ഹലോ ഗൈസ്, ക്യാമറ ഇല്ല, മറ്റേ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇപ്പൊ ഒരു സ്വിച്ച് ഓഫ് ആയിട്ടില്ല, ചാർജ് ഇല്ലാണ്ട് ഒരു 4% ഉള്ളൂ. ഇപ്പൊ നമ്മള് സീതാർകുണ്ട് പോണ വഴിക്കാണ് അത്ര. ഒറ്റപ്പെട്ടൊരു വീടും പിന്നെ ഫ്രണ്ടിൽ ഫുള്ള് പാടായിട്ടൊരു സ്ഥലം ഉണ്ടല്ലോ, അത് സീതാർകുണ്ട് പോണ വഴിക്കാണ്. പക്ഷേ മൈക്കില്ലാണ്ടായിപ്പോയി. എങ്ങനെ ഈ ഭാഗം സൗണ്ട് കിട്ടാന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഓൺ വോയിസ് വല്ലതും കൊടുക്കും അല്ലേ? ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? ദേവകി അല്ലേ? ഇവിടെ കുറെ ആയോ ഈ കട തുടങ്ങിയിട്ട്? അല്ലേ? ഇതെടുത്തോ. ആയില്ലല്ലോ. അശ്വ ഇതെടുത്തോ. നിങ്ങള് കാണുന്നുണ്ടെന്നറിയില്ല, കണ്ട സെൻട്രൽ മലേൻ്റെ മേലെ മാത്രം കണ്ട ഒരു പ്രത്യേക ഒരു വെളിച്ചം. അതിൽ മാത്രം വെയിലടിക്കുക, ബാക്കി എവിടെയും വെയിലില്ല. അല്ലേ? പാടത്തിൻ്റെ സെൻട്രലിൽ ആന വന്ന് നിൽക്കുകയാണ് കേട്ടാ. പക്ഷെ മഴ പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്. വെയിലാണെങ്കിൽ നല്ല വെയിൽ, മഴ വന്നാൽ നല്ല മഴ. മല കാണാൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഒരുപാട് നേരമായിട്ട് ഇരിക്കാൻ സ്ഥലം നോക്കിയിരിക്കണേ പോവായിരുന്നു. കണ്ട അവിടെ ഒരു ഫ്രീ ഉണ്ട്, അപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ ഇരിക്കണ്ടായിരുന്നു. അവിടെ എനിക്ക് പോയപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വെച്ചിട്ടേ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക. അവിടെയൊക്കെ ചേച്ചിമാരൊക്കെ പണിയിലാണ് കേട്ടോ. ഞാറ് നടന്നു, സൈഡിൽ ചെടി നടന്നു. ഇതൊക്കെ ചുരുങ്ങി ഒരു മാസം
2 മാസം കൊണ്ടൊക്കെ ഇവിടെ അടിപൊളിയാവും. അടിപൊളി. അയ്യോ അങ്ങോട്ടങ്ങനെ മറിഞ്ഞു വീഴുമോ? ഇവിടെ ഇരിക്കാനൊക്കെ അറിയണേ. നോക്കിയിരിക്കും. വീണ പ്ലക്ക് ചെളിയിൽ വീഴും. സമാധാനം ഉണ്ടാ? ഇതോ ആന നിന്നിട്ട് എല്ലാ കാഴ്ചകളും കാണുന്നുണ്ട്. ഇവിടെ ചേച്ചിമാരൊക്കെ അതേ ചെടി നടന്നു. അല്ലേ ചേച്ചിമാരെ? ചെടി നട്ടുകൊണ്ടിരിക്കാനല്ലേ? അപ്പോഴേ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും രാവിലെ തൊട്ട് നമ്മൾ ഇന്ന് എവിടേക്കാണ് പോയത്? മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്താ? ഫസ്റ്റ് പോയത് ചെല്ലപ്പൻ ചേട്ടൻ്റെ കടയ്ക്ക് പോയി. പിന്നെ ചിങ്ങഞ്ചിറ അമ്പലത്തിലോട്ട് പോയി. ഇപ്പം ഇത് കണ്ട തണ്ണീർപ്പാടം. താമരപ്പാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഇത്ര അടുത്തേക്ക് വരുന്നേ അത് കിട്ടും. താമരപ്പാടത്തിൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് സ്ഥലം കാണാൻ വരുന്നവരുണ്ട്. ഇത് കണ്ടില്ലേ ഈ മലയില്ലേ? ഈ മല ഞാൻ പറഞ്ഞില്ലേ അവിടെ പലകപ്പെട്ടി, ഇപ്പുറത്ത് സീതാർകുണ്ട്, ഇവിടെ ഉണ്ട്. ഇതവിടെ അത് സീതാർകുണ്ട്. അതിൻ്റെ മേലെയാണ് ഈ നെല്ലിയാമ്പതി വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നെല്ലിയാമ്പതിയൊക്കെ നമുക്ക് പോവാം പിന്നെ ഒരു ദിവസം. ഇപ്പോൾ ഈ താമരപ്പാടത്ത് നിന്ന് തൽക്കാലം നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ചുള്ളിയാർ ഡാം. അതും ഇതുപോലെ വീഡിയോ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ മറ്റേ ഫോണൊക്കെ ചാർജ് കുത്തിച്ചിട്ട് സെറ്റാക്കാം. അതെ, ഇത്ര ചാർജ് ഇറങ്ങിപ്പോയാൽ നമ്മളാകെ സാഡായിപ്പോയി. അപ്പോൾ താമരപ്പാടത്തിൽ നിന്ന് വിടാം. ബൈ. ബൈ.